ചില മാതാപിതാക്കൾ കുട്ടികളെ സ്നേഹിക്കുന്നു, ചിലർ കുട്ടികളെ നിയന്ത്രിക്കുന്നു. ചില മാതാപിതാക്കൾക്ക് കുട്ടികൾ വേണ്ടത് തങ്ങളുടെ അഹങ്കാരത്തെ സംരക്ഷിക്കാൻ. ഇന്ന് നമുക്ക് നാർസിസിസ്റ്റിക് മാതാപിതാക്കളെക്കുറിച്ച് സംസാരിക്കാം. എല്ലാ മാതാപിതാവിനെ ചുറ്റിയാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. നാർസിസിസ്റ്റ് കുടുംബത്തിൽ മാതാപിതാവിൻ്റെ വികാരങ്ങളും ആവശ്യങ്ങളും ഇമേജുമാണ് പ്രധാനം. കുട്ടി അഡ്ജസ്റ്റ് ചെയ്യണം, സഹിക്കണം, മിണ്ടാതിരിക്കണം. കുട്ടിയുടെ സന്തോഷം അത് മാതാപിതാവിനെ നല്ലതായി കാണിച്ചാൽ മാത്രം. നിബന്ധനകളോടെയുള്ള സ്നേഹം, അതാണ് രണ്ടാമത്തെ പോയിന്റ്. കേൾക്കുമ്പോൾ സ്നേഹം, വിരോധിക്കുമ്പോൾ മൗനം. അതായത് സ്നേഹം ഒരു അവകാശമല്ല, ഒരു റിവാർഡാകുന്നു. അനുസരിച്ചാൽ സ്നേഹം കിട്ടും, എതിർത്ത് പറഞ്ഞാൽ സ്നേഹം പോകും. കുട്ടി പഠിക്കുന്നു. കുട്ടി ഇതിനെന്താ മനസ്സിലാക്കുന്നത്? ഞാൻ നല്ലവനാകുമ്പോഴോ എനിക്ക് സ്നേഹം കിട്ടും. പിന്നെ ഒരു സഹാനുഭൂതി ഇല്ലാതെ, ഒരു എമ്പതി ഇല്ലാത്ത ഒരവസ്ഥ, അതാണ് മൂന്നാമത്തെ അവസ്ഥ. കുട്ടിയുടെ വേദനകൾ, വിഷമങ്ങൾ പറയുമ്പോൾ നീ അതിര് കടക്കുന്നു എന്ന് പറയും. അവരുടെ വിഷമങ്ങളോ സങ്കടങ്ങളോ ഒന്നും കേൾക്കാൻ മാതാവിനോ പിതാവിനോ ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥ വരിക. അടുത്തത് ഗ്യാസ് ലൈറ്റിംഗ് ആണ്. അതായത് അവർ എന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും അത് നിഷേധിക്കും, വസ്തുതകളെ വളച്ചൊടിക്കും. കുട്ടിക്ക് സ്വന്തം ഓർമ്മ പോലും സംശയമാകും. ഇത് മാനസികമായി ഏറെ അപകടകരമാണ്. പിന്നീട് സ്നേഹം എന്നുള്ളത് ഒരു കരുതൽ എന്ന പേരിലുള്ള ഒരു നിയന്ത്രണം, ഒരു കൺട്രോളായിട്ട് മാറും. നിനക്ക് എന്താണ് നല്ലതെന്ന് എനിക്കറിയാം. തീരുമാനങ്ങളെല്ലാം അവരായിരിക്കും നിയന്ത്രിക്കുന്നത്. ബൗണ്ടറി വെച്ചാൽ അത് അവർക്കൊരു ഇൻസൾട്ടായിട്ട്, അപമാനമായിട്ട് അത് മാറും. അവരതിന് സമ്മതിക്കുകയില്ല. പിന്നെ സ്വന്തം കുട്ടിയോടുള്ള മത്സരഭാവം. കുട്ടിയുടെ വിജയത്തിൽ അവർക്കൊരു അഭിമാനമല്ല, ഭീഷണിയാണ്. ആ വിജയത്തിൽ അവരവരുടെ സന്തോഷം കണ്ടെത്തുന്നത് അത് അവർക്കൊരു മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഗമ പറയാനുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങൾ ചെറുതായി കാണും, അവരുടെ ആത്മവിശ്വാസത്തെ നഷ്ടപ്പെടുത്താൻ തോന്നും. ഏഴാമതായി പറയുന്നത് വിക്ടിമായി അഭിനയിക്കൽ. കുട്ടി ചോദ്യം ചെയ്താൽ കരച്ചിൽ, കുറ്റബോധം, മാനസികമായിട്ടുള്ള നാടകങ്ങൾ, പെട്ടെന്ന് കുട്ടിയാണ് ദുഷ്ടനും അവരൊരു വിക്ടിമുമായിട്ട് മാറാനിടവും. പിന്നീട് പുറലോകവും വീട്ടിലെ യാഥാർത്ഥ്യം. പുറത്ത് നല്ല മാതാപിതാക്കൾ, ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കൾ, എന്നാൽ വീട്ടിനകത്ത് വിമർശനവും ഭീതിയും, കുട്ടിയെ ഒറ്റപ്പെടുത്തലും, സ്നേഹമില്ലായ്മയും സഹാനുഭൂതി ഇല്ലായ്മയാണ് നമ്മൾ കാണുക. ഒമ്പതാമത്തെ ബൗണ്ടറി ഇല്ലായ്മ, ഒരു പ്രൈവസി കിട്ടില്ല. എല്ലാം അറിയണം, എല്ലാം നിയന്ത്രിക്കണം. കുട്ടി വളർന്ന് എത്ര മെച്ചുറായാലും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സമ്മതിക്കില്ല. എല്ലാം ഇവരോട് പറഞ്ഞു ചെയ്യണം, ഇല്ലെങ്കിൽ അത് അനുസരണക്കേടും സ്നേഹമില്ലായ്മയായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നു. അടുത്തത് ഗോൾഡൻ ചൈൽഡ് ആൻഡ് സ്കേപ്പ് ഗോട്ട്. ഒരു കുട്ടി എപ്പോഴും നല്ലത്, മറ്റേ കുട്ടി എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണക്കാരൻ. അപ്പോൾ എല്ലാ നല്ല കുട്ടി ഗോൾഡൻ ചൈൽഡും, സ്കേപ്പ് ഗോട്ടായിട്ടുള്ള കുട്ടി എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണക്കാരനായിട്ടിരിക്കും. ഇത് കുട്ടിയുടെ തെറ്റല്ല, മാതാപിതാക്കളുടെ ഈഗോ പ്രശ്നമാണ്. ഇത് കാരണം ഈ കുട്ടികൾ തമ്മിലും ഒരു സ്നേഹബന്ധം ഇല്ലാതെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയായിട്ട് മാറുന്നു. ഇത്തരത്തിലുള്ള വളർച്ച ആങ്സൈറ്റി, സെൽഫ് ഡൗട്ട്, പീപ്പിൾ പ്ലീസിങ് എന്നിവയ്ക്ക് കാരണമാവും. ഈ വീഡിയോ നിങ്ങളെ തൊട്ടുമെങ്കിൽ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ആളല്ല. നിങ്ങൾക്ക് ആവശ്യമായ സ്നേഹം ലഭിച്ചില്ല. ഹീലിംഗ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. താങ്ക് യു.